Hello dears, welcome back to Chinus Online Learning. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 9ത്തെ നമ്മൾ 8th വരെ പഠിച്ചിരുന്ന രീതിയിലുള്ള സോഷ്യൽ സയൻസ് അല്ല, നമ്മൾ സോഷ്യൽ സയൻസ് ആണ് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ 9th എത്തുമ്പോൾ സോഷ്യൽ സയൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, സോഷ്യൽ സയൻസ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയ ബുക്കിൻ്റെ തന്നെ പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് സെക്കൻഡ് എന്ന് പറഞ്ഞ എഴുതിയ ബുക്കിന് തന്നെ പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. അതിൽ സോഷ്യൽ സയൻസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയാണ്. സോഷ്യൽ സയൻസ് സെക്കൻഡ് എന്ന് പറയുന്നത് ജോഗ്രഫിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 9 സോഷ്യൽ സയൻസ് സെക്കൻഡ്, അതായത് ജോഗ്രഫിയുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലത്തെ ഫസ്റ്റ് ചാപ്റ്ററായ ലെസൺ 1 സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ് ആണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഈ ലെസണിൽ കൂടുതൽ സൺ, അതേപോലെ തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്, നമുക്കറിയാത്ത കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ലഭിക്കും. ഞാൻ നിങ്ങൾക്ക് ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് നോട്ട്സ് തരും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ PDF കിട്ടും. അതേപോലെ തന്നെ പ്ലേലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ പാർട്ടിൽ നമുക്ക് 5 ലെസൺ ആണുള്ളത്. അതിലത്തെ ആദ്യത്തെ ലെസനായ സൺ ദി അൾട്ടിമേറ്റ് സോഴ്സിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 പിന്നെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ജോഗ്രഫി സ്റ്റാൻഡേർഡ് 9 സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുക ഒരു പിക്ചറാണ്, ഫിഗർ 1.1. അത് നിങ്ങളെടുത്തേ, നിങ്ങൾക്ക് 2 മാപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഈ മാപ്പ് ഇറ്റ് ഈസ് ഷോയിങ് ഇന്ത്യാസ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയുടെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ കാണിക്കുകയാണ്. അതും ഒരേ വർഷമാണ്, 2015 എന്ന് പറയുന്ന വർഷമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആദ്യത്തെ മാപ്പ് 1 ഡിസംബർ 2015ഉം രണ്ടാമത്തെ മാപ്പ് 1 ജൂൺ 2015, അതായത് റെയിനി സീസണിൻ്റെ സമയത്തും വിൻ്റർ സീസണിൻ്റെ സമയത്തുള്ള 2 മാപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഓരോ സ്ഥലങ്ങളിലത്തെ കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളയുടെ ലാസ്റ്റ് ഭാഗം നോക്കൂ, നമ്മുടെ 1 ഡിസംബർ 2015 32ഉം അതേപോലെ തന്നെ അപ്പുറത്ത് നോക്കിയപ്പോൾ 33 ആണ്. അതേപോലെ ജമ്മു കാശ്മീർ ഇപ്പുറത്തിൽ 18ഉം ഇപ്പുറത്തേൽ എന്താണ് 25. അപ്പോൾ ടെമ്പറേച്ചർ മാറിയിരിക്കുന്നത് കാണാം. ഒരേ ദിവസം തന്നെ പല സ്ഥലങ്ങളിലും പല ടെമ്പറേച്ചറാണ് അല്ലേ. ഈസ് ദ ടെമ്പറേച്ചർ ദ സെയിം അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ ദ സെയിം ഡേ? ഒരേ ദിവസം തന്നെ പല സ്ഥലങ്ങളിലും പല ടെമ്പറേച്ചറാണ്. അതേപോലെ ഈസ് ദ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് സെയിം ഇൻ ഓൾ സീസൺസ്? വിൻ്റർ സീസണിലും റെയിനി സീസണിലും ഒരേ സ്ഥലത്ത് തന്നെ സെയിം തന്നെയാണോ? കേരളത്തിലെ വിൻ്റർ സീസണിൽ കണ്ടതാണോ നമ്മൾ റെയിനി സീസണിൽ കണ്ടത്? അല്ല. അപ്പോൾ ടെമ്പറേച്ചർ വാരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലേസ് ആൻഡ് ടൈം. സ്ഥലം മാറുന്നതിനനുസരിച്ചും സമയം മാറുന്നതിനനുസരിച്ചും ടെമ്പറേച്ചർ വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും പലതാണ്. ഓക്കെ, so let us look all the causes and the consequence of the varied distribution of atmospheric temperature. ഇതിനുള്ള കാരണം, അതായത് കോസസും കോൺസിക്വൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ഇനി പാഠത്തിൽ പഠിക്കുന്നത് കേട്ടോ. പല പല കാര്യങ്ങൾ നമ്മൾ പഠിക്കും ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ശ്രദ്ധിച്ചിരിക്കണം. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. അതിനു മുമ്പ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമുക്ക് QR കോഡ് കാണാം. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഭാഗത്തിൻ്റെ വിഷ്വൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ 9th-ൻ്റെയും 10th-ൻ്റെയും ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് QR കോഡ് കാണാം. അപ്പം നിങ്ങൾ പരമാവധി QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, then take the next page number 8. ഓക്കെ, പേജ് നമ്പർ 8ൽ you know that സൺ ഈസ് ദ സോൾ സോഴ്സ് ഓഫ് എനർജി ഫോർ എർത്ത്. അതായത് ഭൂമിയിലേക്ക് വരുന്ന എല്ലാ എനർജികളുടെയും പ്രധാന കാരണം അല്ലെങ്കിൽ പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സൺ. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, അത് മാർക്ക് ചെയ്യുക, അത് പഠിക്കണം. ദ സൺ ഈസ് ദ സോൾ സോഴ്സ് ഓഫ് എനർജി ഫോർ എർത്ത്. Solar energy reaches earth in the form of short waves. This is called insolation. അവിടെ ക്വസ്റ്റ്യൻ ഏതാ? വാട്ട് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. അതായത് സോളാർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എനർജി ഫ്രം സൺ, അതായത് സണ്ണിൽ നിന്ന് ലഭിക്കുന്ന ലൈറ്റ് എനർജീനെയാണ് നമ്മൾ സോളാർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈറ്റ് എനർജി എർത്തിലേക്ക് എത്തും. അതെങ്ങനെയാണ്? ചെറിയ വേവായിട്ട്, അതായത് വേവ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, കടലിലൊക്കെ പോകുമ്പോൾ.
അത് വളരെ ചെറിയ അളവിൽ ചെറിയ വേവ് രൂപത്തിൽ എർത്തിലേക്ക് എത്തുന്ന സോളാർ എനർജീനെ പറയുന്നതാണ് ഇൻസൊലേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസൊലേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോൾഡ് insolation? Answer: the solar energy reaches earth in the form of short waves. This is called insolation. The earth's surface facing the sun gets heated by this flow of energy which begins with sunrise and lasts till sunset. അപ്പോൾ സോളാർ ഇൻസൊലേഷൻ എത്തുമ്പോൾ ആ ഇൻസൊലേഷൻ എത്തുന്ന എർത്തിൻ്റെ സർഫേസ് ചൂടാവും. എങ്ങനെ? ഈ ഒരു എനർജി വഴി. ഈ ഇൻസൊലേഷൻ എപ്പോൾ തൊട്ട് എപ്പോൾ വരെയാണ്? സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഇതുള്ളത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇൻസൊലേഷൻ അവസാനിച്ചു എന്നാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇൻസൊലേഷൻ തുടങ്ങിയെന്നാണ്. ദ ഹീറ്റ് ഈസ് then transformed to the atmosphere from the surface of the earth through various process. എർത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന്, സർഫേസിൽ നിന്ന് ഈ ചൂട്, ഏത് ഇൻസൊലേഷൻ എന്ന് പറഞ്ഞ ചൂട് അറ്റ്മോസ്ഫിയറിലേക്ക് പല പ്രോസസ്സ് വഴി പോകുന്നുണ്ട്. പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. 4 പ്രോസസ്സ് വഴിയാണ് എർത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന്, സർഫേസിൽ നിന്ന് ഈ ചൂട് ഇൻസൊലേഷൻ പോകുന്നത്. 4 തരത്തിലുള്ള പ്രോസസ്സാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ്സ് ഏതാണെന്ന് പഠിക്കണം, അതിൻ്റെ പിക്ചറുകളെ വരയ്ക്കാൻ പഠിക്കണം, അത് നിങ്ങൾ നോക്കി നല്ലോണം പഠിക്കണം, അതേപോലെ അതിൻ്റെ ഡെഫിനിഷനും പഠിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ ഡയഗ്രാംസ് indicate the process of heat transfer in the atmosphere. Figure 1.2. ഇവിടെ നമുക്ക് 4 ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദ പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. which are the 4 processes of heat transfer in the atmosphere: conduction, convection, advection and terrestrial radiation. ഫസ്റ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് കണ്ടക്ഷൻ. കണ്ടക്ഷൻ്റെ പിക്ചർ നോക്കൂ. ആ പച്ച കളർ കൊടുത്തിട്ടുള്ളതാണ് എർത്തിൻ്റെ സർഫേസ്. മേലേക്ക് പോണ ആരോസ് ആണ് കൊടുത്തിട്ടുള്ളത്, മേലേക്ക് പോകുന്ന ആരോസ്. അതായത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് to that part of the atmosphere close to the hot surface of the earth. അതായത് ചൂടായി കിടക്കുന്ന എർത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻസൊലേഷൻ പോകുകയാണ്. അതിനെ പറയുന്നതാണ് കണ്ടക്ഷൻ. മേലേക്ക് പോകുക, അതിൻ്റെ ആരോമാർക്ക് മേലോട്ടാണ്. അപ്പോൾ ആ ചൂട് എർത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന, ചൂടായി കിടക്കുന്ന എർത്തിൻ്റെ സർഫേസിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് അത് പോവാണ്. ഓക്കെ, അതാണ് അവിടെ നമുക്ക് ഫസ്റ്റ് ഫിഗറിൽ കാണാം, കണ്ടക്ഷൻ. അതിങ്ങനെ പോകുന്നതാണ് കാണാൻ. ആരോമാർക്ക് ഇങ്ങനെ മേലേക്കല്ല കൊടുത്തിട്ടുള്ളത്, അതാണ് ഇവിടെ കാണിക്കുന്നത്. സെക്കൻഡ് പിക്ചറാണ് നിങ്ങൾ നോക്കണം. സെക്കൻഡ് പിക്ചർ കേട്ടോ. ഈ പിക്ചറൊക്കെ ഞാൻ പറഞ്ഞതുപോലെ വരയ്ക്കാനും അതേപോലെ തന്നെ ഇതിൻ്റെ ഡെഫിനീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അത് നിങ്ങൾ ആ പിക്ചർ നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും ആ ഗ്രീൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫേസാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എർത്തിൻ്റെ സർഫേസിൽ നിന്ന് ചൂട് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതുള്ളത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. എർത്തിൻ്റെ ഏറ്റവും എടുക്കുന്ന അറ്റ്മോസ്ഫിയർ ഭാഗത്തിലേക്കാണ് നമുക്ക് ഇത് പോകണം കാണാം. ആ QR കോഡൊക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കണം കേട്ടോ. ആ വീഡിയോ, നിങ്ങൾക്കൊരു വീഡിയോ കാണാം, അത് നിങ്ങൾ മൊത്തം കാണണം. നെക്സ്റ്റ് പ്രോസസ്സാണ് കൺവെക്ഷൻ. നിങ്ങളൊന്ന് ചിത്രത്തിൽ നോക്കൂ. ഭൂമിയുടെ അവിടെ നിന്ന് ചൂട് മേലേക്ക് പോകണത് കാണാം. അതായത് ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസസ് അപ്പ്. ചൂട് കൂടുകയാണ് അല്ലേ. അപ്പോൾ ചൂട് ഇങ്ങനെ കൂടിയിട്ട് പ്രഷർ താങ്ങാൻ വയ്യാണ്ടാവുമ്പോൾ ആ ചൂട് മേലോട്ട് പോവും അല്ലേ. അപ്പോൾ മേലോട്ട് ഉയർന്നു പൊങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസസ് അപ്പ്, മേലോട്ട് പോകുന്നതാണ് നമുക്ക് കൺവെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി കാണാൻ സാധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആ പിക്ചർ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ഈ 4 ഹീറ്റ് ട്രാൻസ്ഫർ തന്നെയാണ് കേട്ടോ, അതിൻ്റെ പ്രോസസ്സാണ് ഇതൊക്കെ. അതേപോലെ നെക്സ്റ്റ് 1 ആണ് അഡ്വെക്ഷൻ. അഡ്വെക്ഷൻ നിങ്ങൾ നോക്കൂ, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്, ചെരിഞ്ഞിട്ട് അല്ലേ. അതിനെ പറയാ ഹോറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡിൻ്റെ സഹായത്താൽ
ചൂട് ഹൊറിസോണ്ടലി പോയിക്കൊണ്ടിരിക്കുകയാണ്. വിൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിനനുസരിച്ച് ചൂട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൊറിസോണ്ടൽ വഴി. അതിനാണ് അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ആ പിക്ചർ നോക്കൂ, അതൊക്കെ വേവ് രീതിയിലാണ് കിടക്കുന്നത് അല്ലേ. എൻ്റെ അത് അല്ല, വേവ് രീതിയിലെ വലിയ വേവാണ്. കണ്ടോ അതിൻ്റെ നീളം കണ്ടോ, വലിയ വേവാണ്. അതായത് ഹീറ്റ് ഈസ് transferred from the surface of the earth to the outer space in the form of long waves. അതായത് ഹീറ്റ്, ചൂട് എർത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന്, സർഫേസിൽ നിന്ന് ഔട്ടർ സ്പേസിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്കല്ല, ഔട്ടർ സ്പേസിലേക്ക് വലിയ ലോങ് വേവ്സിൻ്റെ രൂപത്തിൽ, അതായത് നീളമുള്ള വേവുകളുടെ രൂപത്തിൽ പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ടെറസ്ട്രിയൽ റേഡിയേഷൻ. നമ്മൾ ചെറിയ വേവിൽ പോകുന്നതിനെ നമ്മൾ പറഞ്ഞു എന്ത്, ഇൻസലേഷൻ. പക്ഷെ അത് സണ്ണിൽ നിന്ന് എർത്തിലേക്കായിരുന്നു ഇൻസലേഷൻ ചെറിയ വേവിൽ. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് ഔട്ടർ സ്പേസിലേക്ക് ലോങ് വേവ്സിൻ്റെ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ ഇൻസലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുമ്പോൾ എഴുതാനുള്ള ചോദ്യമാണ് കേട്ടോ അത്. ഇവർ തമ്മിൽ ഡിഫറൻസ് പഠിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഹീറ്റ് ബഡ്ജറ്റ് പഠിക്കാനും ടെറസ്ട്രിയൽ റേഡിയേഷനും ഇൻസലേഷനെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് എളുപ്പത്തിൽ അത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടെറസ്ട്രിയൽ റേഡിയേഷന് ഈ ബോക്സിലല്ലാതെയുള്ള ഒന്നും കൂടിയും ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇത് രണ്ടും സെയിം തന്നെയാണ് എങ്കിലും അതിലൊരു ചെറിയ മാറ്റമുണ്ട്. ഇനി വരുന്ന ഡെഫിനേഷനിൽ ഒരു ചെറിയ വേർഡ് കൂടി ചേരുന്നുണ്ട്. ഇതിലേത് പഠിച്ചാലും ഓക്കെയാണ്. കൺവെക്ഷൻ ആൻഡ് അഡ്വെക്ഷൻ ആർ കൺഫൈൻഡ് ടു ദ നിയർ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിലേക്കാണ് കൺവെക്ഷനും അഡ്വെക്ഷനൊക്കെ നടക്കുന്നത്. ദ റേഡിയേഷൻ ഓഫ് എനർജി ഫ്രം ദ സർഫേസ് ഓഫ് ദ earth back to the outer space in the form of long waves is called terrestrial radiation. The atmosphere absorbs the terrestrial radiation. ഈ മൂന്ന് പ്രോസസ്സും എർത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിലേക്കാണ് നടക്കുന്നത്. റേഡിയേഷൻ ഓഫ് എനർജി വീണ്ടും റേഡിയേറ്റ് ആവുക, അവിടെ നിന്ന് എർത്തിൽ നിന്ന് ഔട്ടർ സ്പേസിലേക്ക് ലോങ് വേവ്സിൻ്റെ രൂപത്തിൽ പോകുന്നതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും, ടെറസ്ട്രിയൽ റേഡിയേഷൻ വലിച്ചെടുക്കും. Some gases present in the atmosphere can absorb terrestrial radiation. അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസുകൾക്ക് ടെറസ്ട്രിയൽ റേഡിയേഷൻ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ആ ഗ്യാസസിനെ നമ്മൾ കൂട്ടമായിട്ട് പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അവ ഓരോന്നുണ്ട്, കൂട്ടമായിട്ട് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് സച്ച് അബ്സോർപ്ഷൻ? ഇങ്ങനെ അറ്റ്മോസ്ഫിയർ കൂടുതൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുതൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ വലിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഗ്ലോബൽ വാർമിംഗ്. അതായത് എർത്തിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിക്കും. ഗ്ലോബൽ വാർമിംഗ് ഇതിൻ്റെ മെയിൻ റീസൺ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ പെടുന്ന ഒരാളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ എന്നിവയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ അത് പഠിച്ചിട്ടുണ്ട്. ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് മെയിൻലി ബൈ ടെറസ്ട്രിയൽ റേഡിയേഷൻ. അറ്റ്മോസ്ഫിയർ പ്രധാനമായും ചൂടാകുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, ഇനി നമുക്കവിടെ പേജ് നമ്പർ 9 2 ക്വസ്റ്റ്യൻ കാണാം. വൈ ഡസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കർ മോസ്റ്റ്ലി അറ്റ് മൈറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. മൈറ്റ് എന്നല്ല, നൈറ്റ് എന്നാണ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു സൺ ഈസ് എ സോഴ്സ് ഓഫ് എനർജി ഫോർ എർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻസലേഷൻ? അത് എപ്പോൾ തൊട്ട് എപ്പോൾ വരെയാണ്? സൺറൈസ് ആൻഡ് ലാസ്റ്റ് ടിൽ സൺസെറ്റ്. Which are the 4 processes of heat transfer in the atmosphere? Draw picture and give the definition. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കർ മോസ്റ്റ്ലി അറ്റ് നൈറ്റ്? എന്തുകൊണ്ടാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ലോങ് വേവിലുള്ള ഈ ഒരു പ്രോസസ്സ് രാത്രി നടക്കുന്നത്? മോസ്റ്റ്ലി അറ്റ് നൈറ്റ്. Answer, terrestrial radiation occurs both day and night, but in daytime because of insolation which begins with sunrise and lasts till sunset, radiation is not much experienced. After sunset we experience radiation. അതായത് റേഡിയേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ രാവിലെയും രാത്രിയും ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ട്. പക്ഷേ രാവിലെ സമയത്ത് ഇൻസൊലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്കറിയാം, സണ്ണിൽ നിന്ന് എർത്തിലേക്ക് വരുന്ന ഷോർട്ട് വേവ്സിൻ്റെ രൂപത്തിലുള്ള എനർജി.
അത് സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഇൻസൊലേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസൊലേഷൻ്റെ ശക്തി മൂലം ടെറസ്ട്രിയൽ റേഡിയേഷൻ രാവിലെ നടക്കുന്നത് നാം അറിയുന്നില്ല. എന്നാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഇൻസൊലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ നമുക്ക് നടക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ രാത്രിയാണ് അറിയുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസൊലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? ഇൻസൊലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് വൺ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ എനർജി ഫ്രം എർത്ത് ടു ഔട്ടർ സ്പേസ്. ഇറ്റ് ഈസ് ഇൻ ലോങ് വേവ്സ്, occurs mostly at night. ടെറസ്ട്രിയൽ റേഡിയേഷൻ എർത്തിൽ നിന്ന് ഔട്ടർ സ്പേസിലേക്കാണ് എനർജി പോകുന്നത്. ലോങ് വേവ്സിൻ്റെ രൂപത്തിലാണ് ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ മിക്കതും നടക്കുന്നത് രാത്രിയാണ്. ഇൻസൊലേഷൻ എനർജി ഫ്രം സൺ ടു എർത്ത്, ഇറ്റ് ഈസ് ഇൻ ഷോർട്ട് വേവ്സ്, occurs at ഡേ ടൈം. ഇൻസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൽ നിന്ന് എർത്തിലേക്കാണ് എനർജി, ഷോർട്ട് വേവ്സിൻ്റെ രൂപത്തിലാണ് നടക്കുന്നത്. മെയിനായിട്ട് രാവിലെ ഡേ ടൈമിലാണ് അത് നടക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഇവിടം വരെയാണ് എടുക്കുന്നത്. വീഡിയോ മൊത്തം വാച്ച് ചെയ്യുക. അടുത്ത ഭാഗത്തിൽ നമ്മൾ ഹീറ്റ് ബഡ്ജറ്റിനെ കുറിച്ചും ടെമ്പറേച്ചറിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.